ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ഈ ചിക്കൻ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചിക്കനിൽ മസാലയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1/2 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ അത്യാവശ്യം കട്ടിയുള്ള തൈര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് അരമണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇപ്പം ഞാൻ അരമണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. ഒരുപാട് മൊരിഞ്ഞു പോവാത്ത രീതിക്ക് വേണം ഒന്ന് പൊരിച്ച് എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ 65 തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ മുരിഞ്ഞു പോവാത്ത രീതിക്ക് വേണം ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും 1 സ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ റെഡ് കളർ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് ഒരു 2 കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ 65 റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ഒഴിവാക്കാതെ തന്നെ ചെയ്തേക്കണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ 65 തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.